നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ വിമാന കമ്പനികൾ ഇന്ന് മാർച്ച് 4 പ്രത്യേക ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് മൊത്തം 58 വിമാന സർവീസുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചും പ്രവർത്തിക്കും. ഇന്നലെ മാർച്ച് 3 24 സർവീസുകൾ മാത്രമാണ് നടന്നത്. സംഭവ പശ്ചാത്തലം: ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ വ്യോമ ഇടനാഴികൾ അടച്ചിരിക്കുകയാണ്. ഇന്ത്യ ഗൾഫ് വ്യോമമാർഗം ഈ ഇടനാഴികളെ ആശ്രയിക്കുന്നതിനാൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 1,221 സർവീസുകൾ റദ്ദു ചെയ്യേണ്ടി വന്നു. വിദേശ കമ്പനികളുടെ 388 സർവീസുകളും ദോഷകരമായി ബാധിക്കപ്പെട്ടു. ഖത്തറിൽ മാത്രം 8000 ഇന്ത്യൻ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ ദൗത്യം: ഇൻഡിഗോ വിമാന കമ്പനി ഇന്ന് 30 സർവീസുകൾ നടത്തും. ജദ്ദ, മസ്കറ്റ്, മദീന, ആദൻസ് എന്നീ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഈ സർവീസുകൾ പ്രവർത്തിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികൾ ചേർന്ന് 23 സർവീസുകൾ നടത്തും. ദുബായ്, ജദ്ദ എന്നിവിടങ്ങളിലേക്ക് ബോയിങ് 777 വൈഡ് ബോഡി വിമാനം ഉൾപ്പെടെ ഡ്രീം ലൈനർ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഒരൊറ്റ ബോയിങ് 777 വിമാനത്തിൽ 350 യാത്രക്കാർക്ക് മടങ്ങി വരാൻ കഴിയും. മസ്കറ്റിൽ നിന്ന് കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് തുടരുന്നു. സ്പൈസ്ജെറ്റ് കമ്പനി ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിൽ സ്ലോട്ട് പരിമിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫുജൈറ വഴി മുംബൈ, ഡൽഹി, കൊച്ചി സർവീസുകൾ നടത്തും. കേന്ദ്ര സർക്കാർ നിലപാട്: കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ ദൗത്യം നേരിട്ട് ഏകോപിപ്പിക്കുന്നു. ഗൾഫ് മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈനുകൾ സമീപിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. വിമാന കമ്പനികളുടെ ഔദ്യോഗിക ചാനൽസ് മാത്രം ആശ്രയിക്കണമെന്നും അനൌദ്യോഗിക വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നു. വ്യോമഗതാഗത സ്ഥിതി: എമിറേറ്റ്സ്, എത്തിഹാദ് വിമാന കമ്പനികൾ യഥാക്രമം മാർച്ച് 4, മാർച്ച് 5 വരെ കമേഴ്ഷ്യൽ സർവീസസ് നിർത്തിവച്ചിരിക്കുന്നു. വ്യോമ ഇടനാഴി തുറന്നു കിട്ടിയ ശേഷവും സ്കെഡ്യൂൾസ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ വിമാന കമ്പനികൾക്ക് അധിക സമയം ആവശ്യമാകുമെന്ന് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നന്ദി, നമസ്കാരം.